അപ്പം അന്നൊരു സ്വപ്നം ഉണ്ടായി, തലേദിവസം നാളെ ഇവിടെ ഒരു മരണം നടക്കും. വളരെ വിശിഷ്ടനായിട്ടുള്ള വ്യക്തി സൂര്യകാരടി ഭട്ടതിരിപ്പാട് ഇവിടെ വരും. അദ്ദേഹത്തിൻ്റെ വിധി അനുസരിച്ച് അദ്ദേഹം ഇവിടെ വെച്ച് മരിക്കണം എന്നുള്ളതാണ്. യക്ഷി പറയുകയാണ് ഞാൻ ഉപദ്രവം ഇല്ലാതെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ വിട്ടയക്കട്ടെ. അദ്ദേഹം ജീവിതം ജീവിക്കാനുള്ളതാണ്. വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ നശിപ്പിക്കണം. അച്ഛനെ കൊന്ന അതെ ആളാണ്. അതുകൊണ്ട് നീ അങ്ങനെ പോകണ്ട. ഈ പറയുന്ന യക്ഷി എന്ന് വെച്ചാൽ പാർവതി തന്നെയാണല്ലോ. പാർവതിയുടെ ഒരു അപഭ്രംശമെന്നോ അല്ല, അങ്ങനെയുണ്ടോ? യക്ഷി പാർവതി തന്നെയാണ് അല്ലേ? പാർവതിയാണ്. ഈ യക്ഷി ശപിക്കുന്നുണ്ട് 41 ദിവസത്തിനകം മുത്രം മുട്ടി മരിക്കട്ടെ എന്നാണ് ശാപം. യക്ഷിക്കഥ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. കുഞ്ഞു നാൾ മുതൽ യക്ഷിക്കഥകൾ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരും സൂര്യകാലടി മനയുടെ പേര്. സൂര്യകാലടിയുടെ കഥ പറയുന്ന ബാലെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒടുവിൽ യക്ഷിയുടെ ശാപമേറ്റ് ഒരു കുളക്കടവിൽ സൂര്യകാലടി മനയിലെ വലിയ തിരുമേനി മൂത്രം മുട്ടി മരിക്കുന്ന ഒരു കഥ കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യകാലടി എന്ന് പറയുമ്പോൾ എൻ്റെ ഉറക്കത്തിൽ ഒരുപാട് യക്ഷികൾ വരുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറേ നാൾ കഴിഞ്ഞ് ഒരു പുസ്തകമൊക്കെ വായിക്കുന്ന കുട്ടിയായപ്പോൾ ഞാൻ ഐതിഹ്യമാല വായിച്ചു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി കേരളത്തിൻ്റെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള സവിശേഷമായ കഥകൾ പറഞ്ഞു തന്നു. അപ്പോഴും ഞാൻ സൂര്യകാലടിയെ ഓർത്തു. അപ്പോൾ ആ കൂട്ടത്തിൽ യക്ഷിയുടെ കൂടെ ഞാൻ സൂര്യകാലടിയിലെ ഗണപതിയെക്കുറിച്ച് ഓർത്തു. ഗണപതി സൂര്യകാലടി മനയിലെ തിരുമേനിമാരുടെ വെടിപ്പുറത്തുണ്ടായിരുന്നു. ഒടുവിൽ ഗണപതി ഒന്ന് പിണങ്ങി. അങ്ങനെ എത്ര രസകരമായ കഥകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളും കേട്ടിട്ടുണ്ടാവാം. ആ കഥകളുടെ കേദാരഭൂമിയായ സൂര്യകാലടി മനയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. വല്ലാത്ത ഒരു അത്ഭുതം, ആദരവ്, വിസ്മയം, ചെറിയ ഭയം, ഇതൊക്കെ ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ എൻ്റെ ഉള്ളിലുമുണ്ടായിരുന്നു. നിങ്ങളോട് സൂര്യകാലടിയുടെ കഥ പറയാൻ എൻ്റെ മുന്നിലിരിക്കുന്നത് സാക്ഷാൽ സൂര്യകാലടി മനയിലെ ജ്യേഷ്ഠൻ തിരുമേനി സൂര്യൻ ഭട്ടതിരിപ്പാടാണ്. നമസ്തേ. നമസ്കാരം. നമസ്കാരം. തിരുമേനി, ഒരു കഥകളിലൊക്കെ കേട്ട് നമ്മുടെ പ്രേക്ഷകരും ഒരുപാട് കേട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ സൂര്യകാലടിയെ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ശരിക്കും ശരിയാണ്. മലയാള സാഹിത്യ ചരിത്രത്തിലും ഒക്കെ പരാമർശമുണ്ട്. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ സൂര്യകാലടി എന്ന് പറയുന്ന ആദ്യ സൂര്യനെ പ്രത്യക്ഷപ്പെടുത്തിയ യക്ഷികളെയൊക്കെ ആവാഹിച്ച അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ മലയാള സാഹിത്യ ചരിത്രമല്ലേ പണിക്കരുടെ, അതിലെ പറയുന്നത് അതൊരു വീരപുരുഷനായിട്ടാണ്. അതിനകത്ത് എത്ര നൂറ്റാണ്ട് മുമ്പായിരിക്കും ആ തിരുമേനി ഇവിടെ ഉണ്ടായി? ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ടാവുന്നത് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് 400 അല്ല, അത് കൂടുതലാകാനാണ് വഴി. എൻ്റെ തലമുറയായപ്പോഴത്തേക്കും അത് 16ാമത്തെ തലമുറയായി എന്നാണ് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു തന്നെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 16ാമത്തെ തലമുറയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 500-600 വർഷം ഒത്തെ പഴക്കമാണ് നമുക്ക് കണക്കൂട്ടാവുന്നത് ഈ പറഞ്ഞ വ്യക്തി. അതായത് അങ്ങയുടെ ഒരു പൂർവ്വപിതാമഹൻ. അതെ, 16 തലമുറകൾക്ക് മുൻപുണ്ടായിരുന്നു. അത് ഞാനിപ്പോഴും പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ, സുനിൽ ഇത് പറഞ്ഞപ്പോൾ ഓർത്തത് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചതാണ്, ഈ മലയാള സാഹിത്യ ചരിത്രത്തിൽ വായിച്ചതാണ്. ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണെന്ന് തെളിയിച്ച ഒരു ലെജൻഡറി കഥാപാത്രമാണ് സൂര്യകാലടി മനയുടെ കാലടിയുടെ ചരിത്രത്തിൽ കൂടെ അനാവരണം ചെയ്യുന്നത്. അങ്ങനെ എന്തോ വാചകമാണ് അത് സ്ട്രൈക്ക് ചെയ്തു. അതായത് ജീവിതത്തിൻ്റെ സുഖവും ദുഃഖവും ഒക്കെ നല്ലവണ്ണം അനുഭവിച്ച് അതിൻ്റെ അകത്ത് വീരപുരുഷത്വം പ്രദർശിപ്പിച്ച് എന്ത് വന്നാലും ശരി എൻ്റെ പൗരുഷം ഞാൻ കാണിച്ചിരിക്കും. മരണം സംഭവിക്കും, ശരിയാണ്. പക്ഷേ ഞാൻ എൻ്റെ കഴിവുകൾ കാണിച്ചിരിക്കും, എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തിരിക്കും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്ത ആ ഒരു വ്യക്തിയുടെ കഥയാണല്ലോ. അല്ല, അതിനകത്ത് ഈ കഥ പറയുമ്പോഴത്തേക്ക് അതൊരു കഥ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. നാട്ടിൻപുറത്ത് ഒരുപാട് പേർക്ക് ഉപദ്രവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു യക്ഷി, ആ യക്ഷിയെ തിരുമേനി ആവാഹിക്കുകയാണ്. ആവാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോമകുണ്ടത്തിന് മുന്നിലേക്ക് യക്ഷി വരുന്നു. അദ്ദേഹം എന്നിട്ട് പറയുന്നു, ഞാൻ പൊയ്ക്കോളാം, എന്നെ വെറുതെ വിടണം എന്ന് പറയുമ്പോൾ തിരുമേനി അങ്ങനെ ചെയ്യാതെ ഉറുമ്പുകളെ അഗ്നിയിലേക്ക് ആവാഹിച്ച് യക്ഷിയെ ഭസ്മീകരിച്ച് കളഞ്ഞു എന്ന് മറ്റാണ് കഥ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണോ? അങ്ങനെയല്ല. വാസ്തവത്തിൽ ഒരു യക്ഷി അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ടുള്ള വ്യക്തിയും മറ്റൊരു നമ്പൂതിരിയും കൂടെ തൃശ്ശൂർ പൂരം കാണാൻ പോയെന്നോ, അത് തൃശ്ശൂർ പൂരം അല്ലെന്നും, തൃശ്ശൂർ പൂരം തുടങ്ങിയിട്ട് ഇത്രേ വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ആറാട്ടുപുഴ പൂരം തൃശ്ശൂർ പൂരം തുടങ്ങുന്നത്. അതെ. അപ്പോൾ അതിന് മുൻപാണ് ഉള്ള കഥയായതുകൊണ്ട് ഇത് ആറാട്ടുപുഴ പൂരം ആയിരിക്കാം വഴി. അപ്പോൾ ഈ ആറാട്ടുപുഴ പൂരം കാണാൻ പോയപ്പോൾ ഒരു യക്ഷിപ്പറമ്പിൽ പ്രവേശിച്ചു എന്നും അവിടെ രാത്രി സമയത്ത് ഈ 2 യക്ഷികൾ ഇവരെ രണ്ടുപേരെയും വശീകരിച്ചു എന്നും രാത്രി സമയത്ത് രണ്ടുപേരും ഓരോ പാലക്കൊമ്പിൽ കയറ്റിയിരുത്തിയെന്നും കൊട്ടാരമാണെന്ന് തോന്നിച്ച് അതിൽ ഈ ഭട്ടതിരിയെ അദ്ദേഹം ഈ യക്ഷി കൊന്നു തിന്നു എന്നും മറ്റേയാളുടെ കയ്യിൽ ദേവീമാഹാത്മ്യം എന്ന ഗ്രന്ഥം
തലയ്ക്ക് വെച്ച് കിടക്കുന്നത് കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നും ഒക്കെയാണ് കഥ. എന്താണെങ്കിലും പൂരം കാണാതെ മറ്റേ നമ്പൂതിരി തിരിച്ചു വന്ന് വിവരം ഇവിടെ പറഞ്ഞു. അപ്പം അന്ന് ഗർഭിണിയായിരുന്നു ഈ ഭാര്യ. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഈ അമ്മ ഇത് വന്നതിനാദ്യ കൃത്യങ്ങളൊക്കെ നടത്തിച്ചു. അപ്പോൾ ചോദിച്ചു എന്താണ് അച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളും കഥകളും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ വേറെ കൂടുതലൊന്നും നോക്കുന്നില്ല. എല്ലാ ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചു. ഉപനയന സംസ്കാരത്തോടു കൂടി, ഉപനയനം സമാവർത്തനത്തോടു കൂടി ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചു. അതിന് ശേഷം അദ്ദേഹം തപസ് ചെയ്യുകയാണ്, സൂര്യനെ തപസ് ചെയ്യുകയാണ്. സൂര്യനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി എന്നും. അത് നമ്മുടെ ഇവിടെയാണ്, ഈ തറവാട്ടിലാണ്. ഇവിടെ ആയിരിക്കാം, ആകണം. കാരണം നമ്മുടെ തൊട്ട് മുന്നിൽ നദി ഒഴുകുന്നുണ്ട്. നദിയിൽ ഇറങ്ങി നിന്ന് 1 വർഷത്തോളം തപസ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്, ജലത്തിൽ. അല്ല, അതിപ്പോൾ ഭാരതപ്പുഴയിലും ആവാം. അവിടെ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നല്ലോ. അതുകൊണ്ട് കഥയും ഇതുമായിട്ട് എല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നില്ല. കഥയായിട്ട് പോകട്ടെ. എന്താണെങ്കിലും അദ്ദേഹം തപസ് ചെയ്തു. അതിനൊക്കെ ദൃഷ്ടാന്തമുണ്ട്, തെളിവുണ്ട്. ഈ പറയുന്ന എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പരമ്പരയുണ്ട്, ഗുരുപരമ്പരയുണ്ട്. ഈ പരമ്പരയ്ക്ക് ഒരു പേരുണ്ട്, അതായത് ദീക്ഷാനാമമുണ്ട് പ്രത്യേകം. ഞാനത് വേറെ ദിവസത്തിൽ പറയാം. എന്തായാലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുത്തിയെന്നും ആ സൂര്യൻ പ്രത്യക്ഷപ്പെട്ട് മന്ത്രവാദ ഗ്രന്ഥങ്ങളൊക്കെ കൊടുത്തു. എന്ത് അത്യാവശ്യം വന്നാൽ ഇതിൽ നോക്കി കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്ന് മാത്രമല്ല, സൂര്യൻ തന്നെയായിട്ട് സൂര്യാത്മാജകരസ്തുഷശ്ച എന്ന വേദവചനം ഉണ്ടല്ലോ, അതിനനുസരിച്ച് സൂര്യൻ തന്നെ ആകട്ടെ എന്ന് ഈ വരുന്ന തലമുറകൾക്കൊക്കെ സൂര്യൻ എന്നുള്ള പേര് അത് ടാഗ് ചെയ്ത് വേണത്രേ. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് സൂര്യൻ ഭട്ടതിരിപ്പാടെന്നാണ്. എൻ്റെ മുത്തച്ഛൻ്റെ പേര് സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടെന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് സൂര്യൻ എന്നാണ്. എൻ്റെ പേര് സൂര്യൻ സുബ്രഹ്മണ്യൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ പേര് സൂര്യനാണ്. അപ്പോൾ ഈ 2 പേരിങ്ങനെ മാറി മാറി വരും. എങ്ങനെ പോയാലും സൂര്യൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പാരമ്പര്യത്തിൽ പിന്നെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യൻ്റെ സമ്പ്രദായങ്ങളിലും ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് എല്ലാവർക്കും പ്രത്യക്ഷ ദേവതമാണ് സൂര്യൻ. ഓക്കെ, പക്ഷേ ബ്രാഹ്മണർക്ക് വളരെ വിശേഷമാണ് ഗായത്രി ഉപാസന. അതിൽ കൂടെ സവിതാവിനെയാണ്, അഥവാ സൂര്യമണ്ഡല മധ്യവർത്തി ആയിട്ടുള്ള നാരായണനെ ഉപാസിച്ചാണ്, അതിൽ കൂടിയാണ് ബ്രാഹ്മണ്യം ഉണ്ടാകുന്നത് തന്നെ. ഒരാൾ ജനിച്ച് ഉപനയന സംസ്കാരത്തോടു കൂടിയാണല്ലോ അവന് ബ്രഹ്മോപദേശം കിട്ടുന്നതും ഗായത്രി മന്ത്രം ഉപദേശം കിട്ടുന്നതോടു കൂടിയാണ് അവൻ ബ്രാഹ്മണനാകുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പുരസ്കരണം 3 വർഷം കൊണ്ട് ചെയ്ത് വേദം പഠിച്ച് ഒക്കെ സമാവർത്തനം, ഇതിൻ്റെ ഒരു ദീക്ഷാവിധികളൊക്കെ പൂർത്തിയാക്കുന്നതോടു കൂടിയാണ് അവൻ ബ്രാഹ്മണനാകുന്നതെന്നാണ്. അതുവരെ അവൻ ശൂദ്രനാണ്. ജന്മനാ ശൂദ്ര എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. അവൻ കർമ്മണാജായതേ ദ്വിജ എന്നാണ്, 2 ജന്മം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഈ സൂര്യോപാസന തന്നെയാണ് എല്ലാ ബ്രാഹ്മണർക്കും സാമാന്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ചില വിശേഷങ്ങളുണ്ട്. സാമാന്യമായിട്ടുള്ള ഈ നിത്യസന്ധ്യാവന്ദനാദി കാര്യങ്ങൾക്കൊക്കെ ഇതേ രീതിയിലും ഇപ്പം പറഞ്ഞതായിട്ടുള്ള ധ്യാനത്തിലും ഒക്കെ സൂര്യനെ ആരാധിക്കുന്നു എന്നുണ്ടെങ്കിൽ മാധ്യന്തിന സമയത്ത് സൂര്യനെ വളരെ വിശേഷപ്പെട്ട ഒരു രീതിയിലാണ്. അവിടെ സൂര്യൻ സ്ത്രീയാണ്. സൂര്യൻ സ്ത്രീ രൂപത്തിലാണ്, ഈ ദേവിയായിട്ടാണ്. ആദ്യം കേൾക്കും അങ്ങനെ ഒരു സങ്കല്പം. അങ്ങനെയുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണതൊക്കെ. അത് ഉച്ചയ്ക്കുള്ളൂ താനും. രാവിലത്തെ സന്ധ്യാവന്ദനത്തിനോ വൈകുന്നേരത്തെ സന്ധ്യാവന്ദനത്തിനോ ഒന്നും ഈ പറയുന്ന എല്ലാവരും ചെയ്തു വരുന്ന അതേ രീതിയിൽ ധേസദ സവിതൃമണ്ഡല മധ്യവർത്തി നാരായണ എന്ന് തുടങ്ങുന്ന ഒരു ധ്യാനം ഉണ്ട്. അത് ആ സങ്കല്പത്തിലാണ്, ആ ധ്യാനത്തിലാണ് ഗായത്രി ഉപാസനമൊക്കെ എല്ലാവരും ചെയ്യുന്നത്. അർഘ്യം കൊടുക്കുന്നതും അത് അതിൻ്റെ ജപം നടത്തുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഈ വിശേഷ ജപം, ന്യാസങ്ങളോട് കൂടിയ വിശേഷ ജപം ഒക്കെ നടത്തുമ്പോൾ അതൊരു സ്ത്രീ ആയിട്ടാണ് ഉപാസിക്കപ്പെടുന്നത്. അവിടേക്കാണ് ഈ ഗുരുപരമ്പരയുടെയൊക്കെ പ്രത്യേകത വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഗുരുപരമ്പരയിൽ നിന്ന് തുടർന്ന് വരുന്നതാണ്. ഈ പറയുന്ന 16 തലമുറയും മറ്റൊന്നും അല്ല, അതിലും പുറകിലേക്ക് ഗുരുപരമ്പര ഉണ്ടെന്നും ഒക്കെ ഇത് ന്യസിക്കുന്നത് കൊണ്ട്, ഈ ഗുരുപരമ്പരയെ ന്യസിക്കുന്നു എന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ആനന്ദനാഥൻ എന്ന പേരോടുകൂടിയ ദീക്ഷാനാമം ഞങ്ങൾക്കൊക്കെ മൂത്തയാൾക്ക് ദീക്ഷാ ക്രമം അനുസരിച്ച് ആ ഒരു പേര് വരുന്നുണ്ട്. അതങ്ങനെ പുറകിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന 300-400 വർഷം അല്ലെന്നും അതിലും പുറകിലേക്ക് പോകുന്നുണ്ടെന്നും മനസ്സിലാവും. അതിലെ ഗംഭീരാശയനായിട്ടുള്ള ഒരാളാണ് ഈ കഥയിലെ നായകൻ. അതെ, ശരിക്കും അത് ഈ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആവാഹിക്കുകയാണ്, യക്ഷി ആവാഹിക്കുന്നു. യക്ഷി പറയുകയാണ് ഞാൻ ഉപദ്രവം ഇല്ലാതെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ വിട്ടയക്കട്ടെ.
വേണ്ടേന്ന് ചോദിച്ചാൽ അതല്ലേ പറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അദ്ദേഹം ജീവിതം ജീവിക്കാനുള്ളതാണ്. വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ നശിപ്പിക്കണം. അച്ഛനെ കൊന്ന അതെ ആളാണ്. അതുകൊണ്ട് നീ അങ്ങനെ പോകണ്ട. ഞാൻ നശിപ്പിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഹോരക്രിയാണല്ലോ ഉറുമ്പുകളെ ഹോമിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ? അതെ അതെ, അതിഘോരമായിട്ടുള്ള ക്രിയകളാണ്. അപ്പോൾ അവിടെ നിഗ്രഹാനുഗ്രഹ ശക്തിയുണ്ട് ദേവിക്ക്. ഈ പറയുന്ന യക്ഷി എന്ന് വെച്ചാൽ പാർവതി തന്നെയാണല്ലോ. പാർവതിയുടെ ഒരു അപഭ്രംശമോ അല്ല. അങ്ങനെയുണ്ടോ? യക്ഷി പാർവതി തന്നെയാണല്ലേ? പാർവതിയാണ്. പർവ്വത നന്ദിനിയാകുന്ന പാർവതിയുടെ ജൈവ പരിണാമം എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ യക്ഷി ശപിക്കുന്നുണ്ട്, 41 ദിവസത്തിനകം മൂത്രം മുട്ടി മരിക്കട്ടെ എന്നാണ് ശാപം. അന്നത്തെ കാലത്തെ ശപിച്ചാൽ ശാപമോക്ഷം ചോദിച്ചിരിക്കണം എന്നാണ്. ശാപമോക്ഷം ചോദിക്കണമെന്നും അത് പറഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അതിനനുസരിച്ച് ശാപമോക്ഷം എന്താണെന്ന് ചോദിച്ചു. അപ്പം തിരുവാരൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ, തമിഴ്നാട്ടിലാണ്, അറിയാലോ തിരുവാരൂർ, കരുണാനിധിയുടെ നാടാണ്. അതെ, അറിയാം. അവിടെ ക്ഷേത്രമാണ്. തൊഴണം ഈ 41 ദിവസത്തിനകം എന്നാണ് ശാപമോക്ഷം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെ വേറെ പല കാര്യങ്ങളുണ്ട്, 41 ദിവസം പോകാനും സാധിക്കില്ല, ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലല്ലോ. അതുകൊണ്ട് അപ്പോഴാണ് പറഞ്ഞത് ഇതേ രീതിയിലും ധ്യാനത്തിലും ഒക്കെ ഒരു ക്ഷേത്രം നമ്മുടെ പറവൂര്, ആലങ്ങാട് പറവൂര് ഒരു ക്ഷേത്രമുണ്ട്. തിരുവാലൂർ എന്നാണ് അതിന് പറയുക. തിരുവാലൂർ ക്ഷേത്രത്തിൽ പോയാലും മതി എന്നാണ് യക്ഷി മറുപടി പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. യക്ഷിയെ ഹോമിക്കുന്നു. എന്തായാലും അവനെൻ്റെ തീരുമാനത്തിനൊന്നും യാതൊരു വ്യത്യാസം വരുത്താൻ, മരണം സംഭവിക്കുമെന്ന് പറഞ്ഞാലും അത് ഒഴിവാക്കാനൊക്കെ നോക്കും. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പിന്നെ അത് അപ്പോഴല്ലേ, നമുക്ക് അപ്പോൾ നോക്കാം എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഇതേ യക്ഷിയുടെ ഭർത്താവായ ഗന്ധർവനിൽ നിന്നും ശാപം കിട്ടുന്നുണ്ട്. മനോരമ തമ്പുരാട്ടി എന്ന് പറഞ്ഞ കോഴിക്കോട് സാമുദ്രിയുടെ ഭാര്യയായിട്ടുള്ള മനോരമ തമ്പുരാട്ടിക്ക് ഈ ഗന്ധർവ ബാധയുണ്ടാവുകയും അത് പലരാൽ നോക്കിയിട്ടൊന്നും മാറാതെ വരികയൊക്കെ ചെയ്തു. ഇവർ ഈ മനോരമ തമ്പുരാട്ടി സ്വതേ തന്നെ വലിയ വിദുഷിയാണ്. പണ്ഡിതന്മാർക്കാർക്കും അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന മന്ത്രവാദിയോ ആരാച്ചാൽ അവരെ അവരുടെ വൈദുഷ്യം കൊണ്ട് അവരെ തോൽപ്പിക്കുകയാണ്. തനിക്കൊന്നും അറിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആക്കും. പിന്നെ ഒന്നും ചെയ്യാനില്ല, പിന്നെ എന്താ വായിക്കുക. അതെ. അപ്പം അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അവിടെ പോയി ഈ മനോരമ തമ്പുരാട്ടിയായിട്ട് ഈ സാഹിത്യാദി എല്ലാ വിഷയത്തിലും, തന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം, അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ, വേദാന്തം, ഇതിലൊക്കെ ഗംഭീരമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിലൊക്കെ വൈദുഷ്യം ഒക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം അവസാനം പറഞ്ഞു, ഇത് എനിക്ക് മനസ്സിലായി ഗന്ധർവനാണെന്നുള്ള കാര്യം. തമ്പുരാട്ടി അല്ല സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒഴിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഗന്ധർവൻ തിരിച്ചു പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് മനസ്സിലായി, അവ ഒരുപാട് ആദരിക്കുന്നു, പക്ഷേ ഈ ദേഹം വിട്ടു പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് അങ്ങ് ആണ് എൻ്റെ ഭാര്യയായി യക്ഷിയെ കൊന്നത്. എനിക്കിനി വേറൊരു സ്ഥാനമില്ല ഇവിടെ, അത് മാത്രം പറയരുത് എന്നൊക്കെ അപേക്ഷിക്കുകയൊക്കെ ചെയ്തു. പറ്റില്ല, ഞാൻ വാക്ക് കൊടുത്തതാണ്, മാറ്റിക്കൊള്ളാം എന്ന്. അതുകൊണ്ട് മാറ്റിയേ വിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഗന്ധർവൻ്റെ ശാപം കൂടെ വരികയാണ് എക്സ്ട്രാ. ഇതേപോലെ തന്നെ അത് 12 ദിവസത്തെ കാലാവധിയാവും. ഈ 41 അതെ. അപ്പോൾ 41ാമത്തെ ദിവസവും 12ാമത്തെ ദിവസം കോയിൻസൈഡ് ചെയ്ത് ഒരു ദിവസമായിട്ട് വരുന്നു. വീണ്ടും അതേപോലെ ശാപമോക്ഷം ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്, 12 ദിവസത്തിനകം തിരുവാലൂർ പോയി തൊഴുതാൽ ശാപമോക്ഷമാവും എന്നാണ്. അങ്ങനെ അദ്ദേഹം ഈ പറഞ്ഞ അവസാനത്തെ ദിവസം വരെ കർമ്മം ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ദിവസം ഉണ്ടല്ലോ, 12, 41 ആകുന്ന ദിവസം വരെ അദ്ദേഹത്തിന് വേറെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്തു. ലാസ്റ്റ് ദിവസം അവിടെ ചെന്നു. അന്നൊരു സന്ധ്യയോട് കൂടിയാണ് അവിടെ എത്തുന്നത്. അപ്പം അന്ന് ഈ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാരുടെ വക എല്ലാ വർഷത്തിലും ഇത് എന്താണ്, ഏതോ ഒരു പക്ഷത്തിലാണ് ഒരു കഞ്ഞി സദ്യയോ മറ്റോ നടത്തുന്നൊരു ഏർപ്പാട്. അത് സ്വാമിയാരുടെ വകയായിട്ടുള്ളതാണ്. ആ ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അത് വാരോ ഒത്തൂട്ടോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പം അന്നൊരു സ്വപ്നം ഉണ്ടായി തലേദിവസം, നാളെ ഇവിടെ ഒരു മരണം നടക്കും. വളരെ വിശിഷ്ടനായിട്ടുള്ള വ്യക്തി സൂര്യകാരടി ഭട്ടതിരിപ്പാട് ഇവിടെ വരും. അദ്ദേഹത്തിൻ്റെ വിധി അനുസരിച്ച് അദ്ദേഹം ഇവിടെ വെച്ച് മരിക്കണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഉച്ചപൂജ കഴിഞ്ഞ് വൈകുന്നേരത്തെ പൂജ നേരത്തെ കഴിച്ച് എല്ലാവരും സന്ധ്യയ്ക്ക് മുമ്പേ പൊയ്ക്കൊള്ളണം, അമ്പലവും ക്ഷേത്രമൊക്കെ അടച്ചോളണം എന്നാണ് ശാന്തിക്കാരനും ഉടമസ്ഥർക്കും മറ്റേ സ്വാമിയാർക്കും ഒക്കെ സ്വപ്നമുണ്ടായി. അതനുസരിച്ച് എല്ലാവരും മുൻകൂട്ടി ഇതൊക്കെ അടച്ച് പോവുകയും ചെയ്തു. അദ്ദേഹം ചെന്നപ്പം അമ്പലമൊക്കെ അടച്ചിരിക്കുന്നു. എന്നാലും അദ്ദേഹം മുൻവശത്തെ ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പം ചെല്ലുമ്പം ആ കുളത്തിൽ 2 കുളമുണ്ട് അവിടെ.
മറ്റേ കുളം ഇപ്പം മൂടി പോയി കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കുളിച്ചു, മുകളിലേക്ക് കയറിയപ്പോൾ മൂത്രം ഒഴിക്കണം എന്ന് തോന്നി. മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ശൗചാദികളും ആചമനങ്ങളും ഒക്കെ വേണമെന്നാണ്. അപ്പോൾ അത് വീണ്ടും ചെയ്യണം. അങ്ങനെ പല പ്രാവശ്യമായി അദ്ദേഹത്തിന് വല്ലാത്ത ആക്രാന്തമായി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ശാപം ഫലിക്കുകയാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം സൂര്യനോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞ പ്രകാരമുള്ള അങ്ങ് പറഞ്ഞ ക്രിയകളൊക്കെയാണല്ലോ ഞാൻ ചെയ്തത്, ഗ്രന്ഥത്തിൽ പറഞ്ഞ ക്രിയയാണല്ലോ ഞാൻ ചെയ്തത്, എന്നിട്ട് എന്താ എനിക്കിങ്ങനെ വന്നത് എന്ന് ചോദിക്കും. സൂര്യൻ പറയുന്നു, അത് ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലല്ലോ, സൂര്യകാരുടെ തന്നെ ചെയ്തോളണം എന്നും കൂടെ എഴുതിയിട്ടില്ലല്ലോ. ശാസ്ത്രമട്ടത്തെ പറഞ്ഞിട്ടുള്ളൂ. ശാസ്ത്രമുണ്ട്, ചെയ്യേണ്ടവൻ ചെയ്യുക, ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കാനും തയ്യാറായിക്കൊള്ളുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ മറുപടി കിട്ടി. അത് ഈ ശിവനോട് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ തിരുവാലൂരപ്പനോട് ശിവനോട് ചോദിക്കുന്നു, കൊള്ളാവുന്ന ഒരാൾ കാണാൻ വന്നാൽ ഇതല്ലൊരു ആദിത്യ മര്യാദ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതല്ലേ, നേരത്തെ നടയടച്ച് പോയേക്കും. അതെ. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, അത് ഞാൻ ഹെൽപ്ലെസ്സാണ്, അങ്ങയുടെ മരണം ഇവിടെ സംഭവിക്കണം എന്നുള്ളത് വളരെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്, അത് എന്നാൽ തടയാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു. അവിടെ ശിവനെ ശപിച്ചു. ശിവനെ ശപിച്ചു. അതാ ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ വളരെ കറക്റ്റാണ്. അവിടെ വേറെ ഒന്നും നോക്കുന്നില്ല, പിന്നെ ഈശ്വരനാണെന്ന് പോലും മഹാദേവനാണെന്ന് പോലും നോക്കുന്നില്ല. ഈ ക്ഷേത്രം കത്തിപ്പോവട്ടെ, സകലതും നശിക്കട്ടെ എന്നാണ് ശാപം. ഉടനെ ശിവൻ ശാപമോക്ഷം ചോദിച്ചു എന്നാണ്. എന്താ ശാപമോക്ഷം? അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കും, പക്ഷേ ഇവിടെ മുൻവശത്ത് നിൽക്കുന്ന ഒരു മരമുണ്ട്, എന്താണ്, എന്തോ ഒരു മരം, ഒരു ഏലങ്ങിയോ അങ്ങനെ എന്തോ ആണ്, ആ മരം ഉണങ്ങുന്ന കാലത്ത് ശാപമോക്ഷം കിട്ടും എന്നാണ്. അങ്ങനെ അദ്ദേഹം അവിടെ മരിക്കുന്നു. അവിടെ പിന്നീട് ക്ഷേത്രം മുഴുവൻ തീ പിടിക്കുന്നു. 41 ഇല്ലക്കാർക്കായിരുന്നു അതിൻ്റെ ഊരാണ്, എല്ലാം നശിക്കുന്നു, എല്ലാം ഒന്നൊഴിയാതെ നശിക്കുന്നു. ആ പ്രദേശം മുഴുവൻ സർവനാശം, ആ തിരുവാലൂർ മുഴുവൻ സർവനാശം വരുന്നു. അമ്പലം ഇടിവെട്ടി തീ പിടിച്ചു, ശിവലിംഗം പോലും തകർന്നു. അങ്ങനെ പൂജയൊന്നുമില്ലാതെ ഒരുപാട് കാലം കിടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കാർത്തിക തിരുനാളിൻ്റെ കാലത്താണ് ഇതിന് ഒരു പുനരുദ്ധാരണം നടക്കുന്നത്. തിരുവനന്തപുരത്തെ കാർത്തിക തിരുനാളത്തിൽ രാജാവ് അവിടം വരെ എത്തിയല്ലോ, ആ ആലങ്ങാട് ഏരിയയൊക്കെ പിടിച്ചടക്കിയല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പം പ്രശ്നം വെച്ച് നോക്കിയപ്പം ഇതിൻ്റെ ഈ രക്ഷസിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഉടനെ അവിടെ റിനോവേഷനൊക്കെ ചെയ്യും. അപ്പോൾ ആ കാലത്തെപ്പറ്റി ഓർമ്മയുണ്ടെന്ന് ഇപ്പോഴത്തെ അടുത്ത കാലത്ത് മരിച്ചുപോയ അവിടുത്തെ തന്ത്രിയുണ്ട്, വേഴപ്പറമ്പ് തമ്പൂരിപ്പാട്, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിലുണ്ട്, ഈ പറയുന്ന ഇലഞ്ഞി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് അവിടെ ഉണ്ടായതായിട്ടും ഉണങ്ങിപ്പോയതായിട്ടും അദ്ദേഹം പറഞ്ഞു കേട്ടു. ആ കാലത്താണ് കാർത്തിക തിരുനാളിൻ്റെ കാലം. അത് എന്നിട്ട് ആ സമയത്ത് റിനോവേറ്റ് ചെയ്യുന്നു, രക്ഷസിനെ ഗംഭീരമായിട്ട് ആവാഹിക്കുന്നു, ഇവിടെ കൊണ്ടുവരുന്നു. അതെവിടെ ഉണ്ട്? അത് ശരി, ഇവിടെ ഉണ്ട്.